നമസ്കാരം. നമ്മുടെ ആരോഗ്യ മേഖലയെ കുറച്ച് കൂടുതൽ ഫിറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൂംബ നൃത്തത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് അറിവിലേക്ക് വരാത്ത ഒരു വാർത്ത എത്തിക്കുന്നു. പണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ ഉഷയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ചേച്ചി, ഇതും കേരളത്തിലാണ്. ഇതും നമ്മുടെ സംഭാവനയാണ്. വയറ്റിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് കത്രിക സൂക്ഷിക്കാം. പിന്നെ ആ കത്രിക പരിശോധിക്കുമ്പോൾ അത് ചിലപ്പം 1980കളിലെ കത്രികയാണെന്നായിരിക്കും കാണുന്നത്. രജിസ്റ്ററൊക്കെ പരിശോധിക്കുമ്പോഴേ ഇങ്ങനെ ഒരു കത്രിക നമ്മുടെ ഭരണകാലത്ത് ആരോഗ്യ വകുപ്പിൽ ഇല്ലായിരുന്നു എന്നുള്ള കണ്ടെത്തലുകളായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിൻ്റെയൊക്കെ ജനനത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഖാത്തികൾ നെട്ടോട്ട് ഓടുകയാണ്. മുക്കിലും മൂലയിലും ഒക്കെ മൈക്ക് കേട്ട് ഇന്ന് പ്രസംഗിക്കുകയാണ്. ഞങ്ങളാണ് ജനിപ്പിച്ചത്, ഞങ്ങൾ പെറ്റിട്ടതാണ്, വളർത്തിയത് ഞങ്ങളാണ്, കുപ്പിപ്പാൽ ഞങ്ങളാണ് കൊടുത്തത്, ഇതെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ലോകത്തെങ്ങും കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള ഈ കെ മോഡൽ സ്പെഷ്യൽ ക്രെഡിറ്റുകൾ കൂടി അതും കൂടി നിങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങൾക്ക് മാത്രമാണ് അതൊക്കെ സ്വന്തം. ആ കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആവേശം മൈക്കിലൂടെ നിങ്ങൾ കാണിക്കണേ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ് സാർ. ചരിത്രത്തിലില്ലാത്ത മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ചരിത്രത്തിലെന്നല്ല, ലോക ചരിത്രത്തിൽ, കേരള ചരിത്രം വിടുക, ഈ ലോക ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തതരം വാർത്തകളാൽ സമ്പന്നമായിരിക്കുകയാണ് ആരോഗ്യ മേഖല. ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരണപ്പെടുക, കത്രികകൾ ഇപ്പോൾ പല പ്രാവശ്യം വയറിനുള്ളിൽ വെച്ച് ഡോക്ടർമാർ അത് സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട്, കൈക്ക് പകരം കാല് മുറിക്കുന്ന പരിപാടി, പിന്നെ ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് നവജാത ശിശുക്കൾ മരിക്കുന്നത്, പ്രസവത്തെ തുടർന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്പർ 1 കേരളത്തിൽ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം വാർത്തകളാണ്, സംഭവ വികാസങ്ങളാണ്. 10 രൂപ കൊടുത്ത് റേഷനരി വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വെറും പാവപ്പെട്ട മനുഷ്യരോട് 5000 പോരാ 10000 രൂപ വേണമെന്ന് സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആവശ്യപ്പെടുന്ന വാർത്ത. പക്ഷെ ഇത്തരം വാർത്തകളുടെ ഒന്നും സ്ഥിരീകരണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. ഈ വാർത്തകളൊക്കെ ചിലപ്പോൾ മാധ്യമങ്ങളിലൂടെ മാത്രമായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുക. കാരണം പരിശോധനയ്ക്ക് നിങ്ങൾക്ക് സമയമില്ലല്ലോ. എത്ര ഗവൺമെൻറ് ആശുപത്രികളിൽ നിങ്ങൾ പരിശോധനയ്ക്ക് പോകുന്നുണ്ട്? ഒന്നുമില്ല. ഇടയ്ക്കൊരു മിന്നൽ പരിശോധന എന്ന് പറഞ്ഞ് ക്യാമറാമാന്മാരെയും കൂട്ടി ഒരു പ്രഹസനമുണ്ട്. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകൾ മരിക്കുമ്പം ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു പരിശോധനയൊക്കെ നടക്കത്തില്ലേ, ഒരു ആവേശം കാണത്തില്ലേ, പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കത്തില്ലേ, അതുപോലൊരു സംഭവം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുള്ള മനുഷ്യർ ഈ വീഡിയോ കാണുമ്പോൾ നെഞ്ചത്ത് കൈവയ്ക്കാതെ അതിനെക്കുറിച്ച് ഓർക്കില്ല. അത് മറ്റൊരു കാര്യം. ആരും, ശത്രുക്കൾ പോലും മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ കയറാനൊരിട വരാതിരിക്കട്ടെ. അവിടെ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കത്രിക കണ്ടെത്തിയിരിക്കുന്നത്. 5 വർഷം അവരനുഭവിച്ച വേദന ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഊഹിക്കാൻ പറ്റുമോ? ഒരു ജീരകം നമ്മൾ അറിയാതെ വിഴുങ്ങിപ്പോയാൽ വയറ്റിൽ ചെന്നാൽ നമുക്കൊരു അസ്വസ്ഥതയാണ്. ദഹിക്കാതെ എന്തെങ്കിലും ആഹാരം വയറ്റിൽ കിടന്നാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത. ആ സമയത്താണ് അരികു മൂർച്ചയുള്ള അറ്റം കൂർത്ത ഒരു ഉപകരണം ഒരു സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്നത്. ഇനിയും കേരളത്തിൽ എത്രയോ സ്ത്രീകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള സർജറികൾ നടത്തിയ അല്ലെങ്കിൽ സിസേറിയനൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങളുടെ എത്ര പേരുടെ വയറ്റിലെ വേദനയ്ക്ക് കാരണം ഇത്തരം നമ്മുടെ ആയുധങ്ങളാണ് എന്നത് വരും കാലങ്ങളിൽ തന്നെ നമുക്കിനി അറിയാം. ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയിട്ട് വർഷങ്ങളായി. അവരെ അടുത്ത് ചേർത്ത് നിർത്തി ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്നൊക്കെ വലിയ ഡയലോഗ് കാച്ചിയായിരുന്നു ക്യാമറയുടെ മുന്നിൽ വെച്ച്. പിന്നെ ആരോഗ്യമന്ത്രിയുടെ വീടിൻ്റെ വാതുക്കൽ ഉൾപ്പെടെ ആ സ്ത്രീ നിരാഹാര സമരം ഇരുന്നിട്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല. സൂംബ കളിക്കാൻ പോയിരിക്കുകയാണ്, ചാട്ടം. അതാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം. പിന്നെ സ്ത്രീകക്ഷ സർക്കാരാണ് കേട്ടോ. അതിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, പുള്ളിയുടെ പേര് വന്ന കേസുകളൊക്കെ നമുക്കറിയാം. പുള്ളിയുടെ കല്യാണം വിളിയാണ് ഇപ്പൊ ഗോവിന്ദമ്മ മാസ്റ്ററുടെ ജോലി. സ്ത്രീപക്ഷത്താണ് എന്ന് ആഞ്ഞാഞ്ഞ് പറയണ്ടേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര തിരക്കുകളാണെന്ന്, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ തിരക്കുകളാ. ജനങ്ങളുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയാലും കുഴപ്പമില്ല, വിരലിന് പകരം കാല് മുറിച്ചാലും കുഴപ്പമില്ല, തലയ്ക്കകത്ത് എന്തെങ്കിലും വെച്ച് മറന്നാലും പ്രശ്നമില്ല. ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പൈസ ഇല്ലാത്ത മനുഷ്യരല്ലേ. അതൊന്നും നിങ്ങളുടെ ചർച്ചാ വിഷയം പോലും അല്ല. ഒരു ഗൗരവവും ഇല്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു സാധനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലല്ലോ. വി ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി നീട്ടി എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ചാണകം തിന്നുമെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ളവർ എന്ത് തിന്നും, ബീഫ് തിന്നും, പിന്നെന്ത് തിന്നും, ചിക്കൻ തിന്നും, മട്ടൻ തിന്നും, പന്നിയും തിന്നും. അല്ലേ?
നമ്മൾ ഓടുന്നതിനെ, പറക്കുന്നതിനെ, എഴയുന്നതിനെ എല്ലാത്തിനെയും നമ്മൾ തിന്നും. അതിപ്പോൾ ആർക്കാ അതിന് എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാവരും പോത്തിറച്ചി കഴിക്കുന്നവരാണ്, മട്ടൺ കഴിക്കുന്നവരാണ്, പന്നി കഴിക്കുന്നവരുണ്ട്, എല്ലാം കഴിക്കും. അപ്പം എഴുതുമ്പോൾ എല്ലാ നോൺ വെജ് വിഭവങ്ങളുടെയും പേര് കൂട്ടിച്ചേർക്കാൻ ശ്രദ്ധിക്കണേ. അവിടെ ഒരു വിവേചനം കാണിക്കരുത്. രാജേഷണം പറഞ്ഞ പോലെ നമ്മൾ വിവേചനം എങ്ങും കാണിക്കാത്ത ആളുകളാണ്. ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും തിന്നട്ടെ. പാമ്പിനെ തിന്നേണ്ടവർ പാമ്പിനെ തിന്നട്ടെ. വഴിയെ കൂടെ പോകുന്ന ഒരാവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഞാലുന്നുണ്ടല്ലോ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങളുടെ മൂട്ടിക്കിടക്കുന്ന, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യരുടെ വയറ്റിൽ സർക്കാർ ആശുപത്രികളിലെ കത്രികകൾ കുടുങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലാത്ത? അന്നേരം നിങ്ങളുടെ സാഹിത്യം അങ്ങോട്ട് പുറത്തു വരുന്നില്ലല്ലോ. കടലാമയെ തന്നപ്പോൾ എല്ലാവരുടെയും ഭാവന അയ്യോ അങ്ങ് ഒഴുകി പരക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിൽ. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു സാഹിത്യം എഴുതാനില്ലേ? യൂറോപ്പിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ചികിത്സ കണ്ടിട്ട് പിന്നെ ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതായി. വലിയ കൂടിയ വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. കോടീശ്വരന്മാർ പോലും എനിക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ എൻ്റെ സർക്കാർ ആശുപത്രിയിൽ പോയി ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കാമായിരുന്നു എന്ന് കൊതിയോടെ വായിൽ വെള്ളം ഒലിപ്പിച്ച് നോക്കി നിൽക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ തള്ളി മറിക്കുന്നത്. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ പോകില്ല ആ ആശുപത്രിയിൽ നിന്ന്. ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ, ഞാൻ പോകുന്നില്ല. അവരെ കൊന്നാലും അവർ മെഡിക്കൽ കോളേജിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ പോകില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. നിസാര വേദനയല്ല അവർ അനുഭവിച്ചത്. നിങ്ങൾ തല കുനിച്ചാണ് മനുഷ്യരുടെ മുന്നിൽ കൂടെ നടക്കേണ്ടത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അബദ്ധം ഇതിനെ പറയാൻ പറ്റുമോ? പണി അറിയാത്ത ഡോക്ടർമാരെ ആരാ ഇവിടെ വെക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും ധൃതിയുള്ള ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, രോഗികൾക്ക് ആവശ്യമില്ല. ഒരു നഷ്ടപരിഹാരം പോയിട്ടൊരു നല്ല വാക്ക് പറയാനോ സംഭവിച്ചതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ പോലും ഇവിടെ ആരും തയ്യാറാകത്തില്ല. ഇവരാണ് മൂന്നാമതും വരാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ ആളുകൾ വിമർശിക്കുമ്പോൾ പറയുന്നത് ഇവിടുത്തെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പരദൂഷണക്കാരാ പറയുന്നത്, അസൂയുള്ളവരാ പറയുന്നത്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നുമില്ലായിരുന്നു, നമ്മൾ എത്ര കെട്ടിടം കെട്ടിപ്പൊക്കി, കെട്ടിടത്തിനകത്ത് വെട്ടുണ്ടേയിരിക്കുന്നു. പാറശാലയിലെ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നല്ലോ. എല്ലാവരും കാണുക വലിയ രീതിയിൽ ഉദ്ഘാടനമൊക്കെ ചെയ്തു. അതിനകത്ത് ഒരു ഉണ്ടപ്പൊരി ഇരിപ്പില്ല. ഇത് തന്നെ ജോലി. കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു റിബണങ്ങ് മുറിച്ചേക്കും. ഇതെല്ലാം ഞങ്ങളുടെ നേട്ടങ്ങളാണ്. ആളുകൾ നോക്കുമ്പോൾ അമ്പോ കൈരളിയും ദേശാഭിമാനിയും അന്തം കമ്മികളൊക്കെ ഓവർ ടൈം പണിയെടുത്താൽ പോലും ഇതിനൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുമോ? ജനങ്ങളുടെ മുന്നിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് നോക്ക്. അപ്പോൾ അറിയാം ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമാണോ ഉള്ളത് എന്താണെന്ന്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ സർജറി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരെ നിങ്ങളോട് പറയാനുള്ളത്, സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും ഒരു നല്ല ലാബിൽ പോയി ഒരു എക്സ്റേ എടുക്കുക, സ്കാൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ വയറ്റിൽ കാണും. ഒരു കൊച്ചിൻ്റെ സ്വർണ്ണമാല വിഴുങ്ങി ഒരുത്തി വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് 4 ദിവസം ഒരു പോലീസുകാർ കാവൽ നിന്നത്, അവരോടൊക്കെ കാണിക്കുന്ന ഒരു മര്യാദ അത്ര പോലും ആശുപത്രികളെ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ ഇല്ലേ? നിസ്സാരം പോലെയാണ് കാണുന്നത്. അവരുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ അനുഭവിച്ച വേദനയ്ക്ക് ആരും മറുപടി പറയും? ഇതിനാരാ പരിഹാരം പറയുന്നത്? ആരോഗ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? റോളില്ലേ? എന്തെങ്കിലും ചോദിച്ചാൽ പറയുന്നത് ആരോഗ്യമന്ത്രിയാണോ കത്രിക അതിനകത്ത് കൊണ്ട് വെച്ചത്? പിണറായി വിജയനാണോ പ്രളയം ഉണ്ടാക്കുന്നത്? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഉത്തരവാദിത്വം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ഉളുപ്പ് എന്നുള്ള ഒരു വാക്ക് ഉണ്ടോ എന്ന് അവർക്ക് അറിയത്തില്ല, അവർ കേട്ടിട്ടില്ല. എന്തെങ്കിലും സർക്കാരിനോ അല്ലെങ്കിൽ സഖാക്കൾക്കോ ഗുണമായിട്ട് ഭവിക്കുന്ന ഒരു വാർത്ത ഉണ്ടായാൽ അവർക്ക് ഒരു പരിശോധനയും വേണ്ട, ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. വന്ന് നിന്ന് അങ്ങ് പ്രസംഗിച്ച് ക്രെഡിറ്റ് അങ്ങ് അടിച്ചെടുത്തോളും. ഈ വരുന്ന അബദ്ധങ്ങൾക്കൊന്നും പറയാൻ കൃത്യമായിട്ടൊന്നുമില്ല. അധികാരപ്പെട്ടവരിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അത് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ മാത്രമേ എനിക്കും അറിയുകയുള്ളൂ. ഇനി അതൊക്കെ വന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ അവശത അനുഭവിക്കുന്ന ആൾക്ക് എല്ലാവിധ പരിരക്ഷയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. വാഗൊണ്ട് സകലതും അങ്ങ് ചെയ്ത് നിർത്തും. അവിടം കൊണ്ട് തീർന്നു. പല സ്ത്രീകളും ഈ യൂട്രസ് റിലേറ്റഡ് സർജറികൾക്ക് ശേഷവും അല്ലെങ്കിൽ സിസേറിയനൊക്കെ ശേഷവും നടുവേദനയും വയറുവേദനയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആർക്കറിയാം എന്തൊക്കെ വയറ്റിനകത്ത് ഇനി കിടക്കുന്നുണ്ടെന്ന്? ആ കുഞ്ഞ് കിടന്നപ്പോൾ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർക്ക് സർജറി കഴിയുമ്പോൾ. എന്തൊരു കഷ്ടമാണ്. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഞങ്ങൾക്ക് വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റുമോ? അതോ നിങ്ങൾ അവിടേക്ക് പോകാൻ ബാക്കിയുള്ളവരെ ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണോ ഇത്തരം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളിലൂടെ? എന്ത് മഹാഭാവമാണ് ചെയ്യുന്നത്? സകല എണ്ണങ്ങളും കോമാളിത്തരം കൊണ്ട് നടക്കുന്നു. ഒരുത്തം പറഞ്ഞില്ലേ കല്യാണം വിളിയായിട്ട് നടക്കുന്നു, അതാണ് അടുത്ത പണി, ലാസ്റ്റ് പണി. ഇങ്ങനെ ചുമ്മാതെ കോമാളിത്തരങ്ങളും കാണിച്ച് ജനങ്ങൾക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളും പ്രസംഗിച്ച് മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റവും പറഞ്ഞ് നടക്കാനല്ലാതെ കേരളത്തിന്റെ വികസനത്തിന് ഒരു മനുഷ്യന്റെ ഏഴലേറ്റത്തിന് ഒതുങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പോട്ടെ, രക്ഷപ്പെടുത്തണ്ട, മനുഷ്യനെ ചവിട്ടി താക്കാതിരിക്കുക, മനുഷ്യനെ കൊല്ലാതിരിക്കുക. റോഡിലെ കുഴി വീണൊക്കെ ആളുകൾ മരിക്കുന്നതിന് ആരാ സമാധാനം പറയേണ്ടത്? ആരാ ഉത്തരവാദികൾ? അതിലാരാ പ്രതി?
ടീച്ചറമ്മയുടെയൊക്കെ ഒരു സംസാരം. സ്ത്രീകൾക്ക് 1000 ഉറുപ്പിക അക്കൗണ്ടിലിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ആലോചിച്ചിരിക്കുകയാണ്. ഓണത്തിന് പായസം, ക്രിസ്മസിന് കേക്ക്, ന്യൂ ഇയറിന് പൂത്തിരി എല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവർ കൊണ്ടുവന്നതാണ് സകലതും. ഒരു പരിധിക്കപ്പുറം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങേയറ്റം ഇങ്ങനെയുള്ള ഇവരുടെ നിരന്തരമായിട്ടുണ്ടാകുന്ന വീഴ്ചകളോടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം ഞാൻ നമ്മുടെ ചാനലിലൂടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്നു.